അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റോബസ്റ്റ് പഴം വെച്ചിട്ട് ഒരു അടിപൊളി ഹൽവയാണ്. അതിനായി നമ്മളിവിടെ ഒരു കിലോ റോബസ്റ്റ് പഴം നന്നായിട്ട് പഴുത്തത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 250 ഗ്രാം ശർക്കര നമ്മളിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പോളം മൈദ. ഞാൻ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ബദാം, കിസ്മിസ്, അതുപോലെ തന്നെ നമ്മുടെ അത്തിപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് വേറെ ഡ്രൈ ഫ്രൂട്ട്സുകൾ എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് ഏലക്കായി. ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ജാറിലേക്ക് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക, അതിന്റെ തൊലി കളഞ്ഞിട്ട് ഉള്ളിലെ സീഡ് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിത് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് തീ ഓൺ ചെയ്യാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് അടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി എടുക്കാം. ശർക്കര നന്നായിട്ട് അലിഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ ബെല്ലൊക്കെ അലിഞ്ഞ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇടവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ നന്നായി കുറുകി വരുന്നുണ്ട്. ഇത് നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് കുറുകി വരുന്തോറും നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരുന്നു. ഇത് ടൈറ്റായി വരുന്തോറും നമ്മൾ ഇതിലേക്ക് ഓരോ സ്പൂൺ നെയ്യ് ഇതേപോലെ ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സുകൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ബദാം, കിസ്മിസ്, അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അത്തിപ്പഴം, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇതിലേക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും ചേർക്കാം.
ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇതിപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇങ്ങനെ ഫുള്ളായിട്ട് വിട്ട് ഒരു ബോള് പരുവാവണം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ബൗളിലാണ് നമ്മൾ ഹൽവ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വശങ്ങളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ റോബസ്റ്റ് പഴം ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഇത് ഉറച്ച് നല്ല റെഡിയായി കിട്ടും നമുക്ക്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതുപോലെ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. 10-20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന 400 രൂപ കൊടുത്ത് മേടിക്കുന്ന ഹൽവ വീട്ടിലുണ്ടാക്കിയെടുക്കാം.